ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഡാൻഡ്രഫ് കുറയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ് ഇത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ആയി തോന്നാനും അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനൊക്കെ ഈ ഒരു പാക്ക് മതിയിട്ട് നമ്മൾ സാധാരണ കണ്ടീഷണർ യൂസ് ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാവും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ ആട്ടോ നമുക്കിത് യൂസ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ പാക്ക് ഉണ്ടാക്കാം. അതുപോലെ കൂടെ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടി പരിചയപ്പെടാം. ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫെനുഫ്ലേക്സ് എന്ന് പറയുന്ന ഇൻഡസ് ബയോടെക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഉലുവയാണ്, ഉലുവയുടെ ഫ്ലേക്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് മടിയാണ്, ഒരു പക്ഷേ കഴിക്കാൻ മടിയാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും കഴിക്കാൻ. പക്ഷേ നമ്മളിത് ഫ്ലേക്സ് ആയിട്ട് നമുക്ക് ഓംലെറ്റിലോ ദോശയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ദോശയൊക്കെ ചുട്ടെടുത്താൽ അറിയുകയില്ല, നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യൂലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മുടെ ഓട്സൊക്കെ മാതിരിയാണ് ഇതിരിക്കുന്നത്. ഇതിൽ ഹൈ ഫൈബറും അതുപോലെ ലോ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീനും ഉണ്ട് കേട്ടോ. ഫൈബറാണ് ഇതിൽ കൂടുതലുള്ളത്. നമ്മളെ ഓട്സിനെക്കാട്ടിലും ഒക്കെ ഫൈബർ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹെൽത്തിയാണ്. അതുകൊണ്ട് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇത് ഫ്ലേക്സ് ആയിട്ടാവുമ്പോൾ നമുക്ക് ഉലുവയുടെ അത്ര ഒരു ബുദ്ധിമുട്ട് യൂസ് ചെയ്യാനായിട്ടില്ല. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഡയറ്റ് എടുക്കുന്നവരായാലും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ നമ്മൾ ഉലുവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം. എല്ലാ ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്താനായിട്ടും പറ്റും കേട്ടോ. ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. അതുപോലെ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉലുവയുടെ ചില ഉലുവ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ആഫ്റ്റർ ടേസ്റ്റ് വരും, കഴിച്ച് കഴിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ്. അതൊന്നും ഇല്ല കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടെയും കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം ദോശയിലൊക്കെ വെറുതെ ഒന്ന് വെതറി കൊടുത്തിട്ട് ദോശയൊക്കെ ചുട്ടാൽ ആർക്കും മനസ്സിലാവുകയില്ല, നമ്മളെ വയറ്റിലെത്തുകയും ചെയ്യും കേട്ടോ. അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ്. അതുപോലെ ഡൈജഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു പാക്കിങ് ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളി പാക്കേജിങ് ആണ് ഇതിന് വരുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കവർ തന്നെയാണ് കേട്ടോ. അതിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനിത് എന്താ പറയുക പൊട്ടിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ ആ എയറൊക്കെ പോയി നല്ല ഇതിൽ വന്നു കേട്ടോ. എന്നിട്ട് ഞാനിതിൽ തന്നെ ഇത് ഇറക്കി വെച്ചതാണ്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ആ അടപ്പ് വെച്ച് നന്നായിട്ട് മൂടി വെച്ചാൽ മതി. കാരണം ഉള്ളിൽ എയറൊന്നും കയറില്ല. അത്രയും നല്ലൊരു പാക്കേജിങ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് 320 ആണ് കേട്ടോ. 320 റുപ്പീസിന് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. കാരണം ഉലുവയ്ക്കൊക്കെ അത്യാവശ്യം വിലയുള്ള സംഭവമാണല്ലോ. ഇത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇതൊരു 300 ഗ്രാം പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൽ ഒരു ബുക്ക് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അവർ ഒരുപാട് റെസിപ്പീസും നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദോശയും അതുപോലെ തന്നെ ഓംലെറ്റ് അങ്ങനെയുള്ള കുറേ റെസിപ്പീസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആമസോണിൽ നിന്നാണ് കേട്ടോ ഇത് ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെയർ മാസ്ക് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ വരുന്ന ഡേർട്ട് അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഹെയർ ഫോളൊക്കെ കുറയ്ക്കാനും പിന്നെ നമ്മുടെ കുറച്ച് ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനും അതുപോലെ സ്മൂത്ത് ആവാനൊക്കെ പറ്റുന്ന ഒരു മാസ്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് ഒരു ടീസ്പൂൺ ഇതിലൊരു സ്പൂണുണ്ട് കേട്ടോ. ഈ സ്പൂണിൽ ഒരു സ്പൂണ് ഞാൻ ഒരു 2-3 മണിക്കൂർ ഇതാ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. സാധാരണ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരുടെ അടുത്തും ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉലുവ ഒരു രാത്രി കുതിർത്തിട്ട് ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഉലുവയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലേക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് സോക്കായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാനിതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ തണുപ്പാണ്, അതുകൊണ്ട് നമ്മുടെ മുടി പിന്നെ ഗ്രോ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഉലുവ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തൈരിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഡാൻഡ്രഫൊക്കെ കുറയ്ക്കാൻ തൈര് വളരെയധികം നല്ലതാട്ടോ. തലയോട്ടിയിൽ വരുന്ന ഡാൻഡ്രഫ് ഉണ്ടാവില്ലേ അതുപോലെ ഇതിലേക്ക് ഞാനൊരു മുട്ടയുടെ വെള്ള കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞ ആഡ് ചെയ്യണ്ട, വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒരു 2-3 ഡ്രോപ്സ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്താവും നമ്മുടെ ഹെയർ. നമുക്ക് തന്നെ മാറ്റം കണ്ടറിയാനായിട്ട് പറ്റും കേട്ടോ. ഒരു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത പോലെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനത് നന്നായി അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിപ്പരുവത്തിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കിത് ഹെയറിൽ തേച്ച് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ കട്ടിയായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യണം, എല്ലാ ഭാഗങ്ങളിലും എത്തണം കേട്ടോ. എന്നിട്ട് നമ്മുടെ തലയിൽ നമ്മൾ കുറച്ച് എണ്ണ ജസ്റ്റ് ഒന്ന് തലയിലൊക്കെ ഒന്ന് തേക്കുക. അധികം എണ്ണ തേക്കരുത്, കയ്യിലൊരു ഇച്ചിരി ആക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മുടിയിലും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഇനിയിപ്പോൾ നമുക്ക് മുട്ട ചേർത്തുകൊണ്ട് അതിൻ്റെ സ്മെല്ല് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.